നമസ്കാരം. ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി. നമ്മുടെ കൊല്ലത്ത് ഒരു മൈതാനത്ത് ഒരു പാട്ട് നടക്കുന്നു. ആ പാട്ടിനിടയ്ക്ക് ഒരു സ്റ്റേജിൽ പാട്ട് നടക്കുന്നു. താഴെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ പാട്ട് പാടുന്ന ട്യൂണിൽ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വികാരം ആ സദസ്സിനിടയ്ക്ക് അല്പനേരം ഡാൻസ് കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യൻ ആ ഫ്രണ്ടിൽ നിന്ന് ചാടി എണീറ്റ് ഒരു കസാര എടുത്ത് ആ മനുഷ്യനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഈ നമ്മൾ ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഭരണം നല്ലതാണ്, അത് ഗവൺമെന്റിന്റെ കുറ്റം. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്ന ഗവൺമെന്റിന്റെ കുറ്റമല്ല, അതൊക്കെ അന്നേരം നടക്കുന്ന ഒരു സംഭവമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും 100% ഈ നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ വീഴ്ച തന്നെയാണിത്. ചെറിയ ചെറിയ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആ മനുഷ്യന്റെ അന്നേരത്തെ ഉണ്ടായ മാനസികാവസ്ഥ എന്തായിരിക്കും? പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എന്ത് നടപടി ഉണ്ടായെന്ന് എനിക്കറിയില്ല, ആരും പറഞ്ഞു കേട്ടില്ല. പക്ഷെ ആ മനുഷ്യന്റെ ആ അടികൊണ്ട ഭാഗത്തെ ചിരി മുറിയുകയും ആ ഭാഗത്തുണ്ടായിരുന്ന പല്ല് നഷ്ടപ്പെടുകയും ചെയ്തു. എത്ര വലിയ ക്രൂരതയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്ന്. ഇതേ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വല്ലതും ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും വല്ലതും അവിടെ ചേർന്ന് വന്ന് അയ്യോ ദാണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചേ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ കേരളം എടുത്ത് തിരിച്ചു വെക്കുന്നു. ഇപ്പം ഈ സോഷ്യൽ മീഡിയ മുഴുവൻ അതായനും ഒരു വാർത്ത. ഇവരിതാരും കണ്ടിട്ടില്ലെന്നല്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതുവരെ അവിടെ അന്നേരം പോലീസ് സംവിധാനം അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ടായിരുന്ന പോലീസുകാർ പോലും പെട്ടെന്ന് അദ്ദേഹത്തെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ എന്തിനത് ചെയ്തു എന്ന് തക്കതായ ഒരു ചെറിയ ശിക്ഷ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും ഒരു കേരളത്തിൽ എങ്ങും ആവർത്തിക്കുകയില്ല. അതൊക്കെ വേണം റീൽസിടാൻ. പോലീസ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് കേരളത്തിലെ സർക്കാരിന്റെ സംവിധാനമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ ആളുകൾ വന്ന് അദ്ദേഹത്തെ ഇന്ന പോലെ അദ്ദേഹത്തിന് നടപടി ഉണ്ടായി എന്ന് അതാണ് റീൽസ് ഇട്ട് സൂഹിക്കേണ്ടതും കാണേണ്ടതും രസിക്കേണ്ടതും. അല്ലാതെ ഇങ്ങനെ നടക്കുന്ന ആപത്ത് അല്ലെങ്കിൽ ഒരു ക്രൂരത ആ മനുഷ്യനോട് കാട്ടിയത് വളരെ വിഷമമുണ്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കോടതിയൊക്കെ ഇതൊക്കെ പേപ്പറിലും വാർത്തയൊക്കെ കാണുവാണെങ്കിൽ നേരിട്ട് കോടതി ഇടപെട്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്യാൻ പറയുകയും അത് നടപടി എടുക്കാത്ത പോലീസിനെതിരെ നടപടി എടുക്കണം എന്റെ അഭിപ്രായം. ഞാൻ എന്റെ അനുഭവത്തിൽ 4-5 വർഷമായിട്ട് കൂടുതലും 4-5 വർഷമായിട്ട് ഒരു നടപടിയും എടുക്കാത്ത പോലീസും ഗവൺമെന്റ് സംവിധാനമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ പറയും ആ പാർട്ടിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. ഒരിക്കലുമല്ല, നമ്മുടെ അനുഭവത്തിലാണ് പറയുന്നത്. ഞാൻ 3 വർഷം മുമ്പ് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ, മുഖ്യമന്ത്രി, കേരള പോലീസ്, DGP, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ ഒക്കെ എന്റെ പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് വരെ ഒരു നടപടി 3 വർഷമായിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റാത്ത സർക്കാർ സംവിധാനമാണ് എന്ന് പറയും. എനിക്ക് ആധികാരികമായിട്ട് പറയുകയാണ്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഈ സർക്കാർ സംവിധാനം ശരിയല്ല, ഇത് തുടച്ചു മായ്ച്ച് കളയേണ്ടതാകുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമതൊരു വിഷയമാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊക്കെ വാർത്തയിലൊക്കെ കണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒരു മറ്റേ തെന്നിന്ത്യക്കാരി ഒരാള് തെരുവിൽ മാലകളൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു യുവതിയുടെ കാര്യം. അതിനുശേഷം അത് നമ്മുടെ ബോബി ചെമ്മന്നൂര് അദ്ദേഹത്തിന് അതിനൊരു ഉദ്ഘാടന ചടങ്ങൊക്കെ കൊടുക്കുന്നു, ഒരു പ്രസക്തി കിട്ടുന്നു. അതിനുശേഷം അത് സിനിമയിൽ ആക്ട് ചെയ്യുന്നു. നല്ല കാര്യം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ട ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ അത് 16ാമത്തെ വയസ്സിലാണ് അതിന് വിവാഹം നടന്നിരിക്കുന്നത്. നാളെ ഇന്ന് വരെ കേരളത്തിലാണ് കല്യാണം നടന്നിരിക്കുന്നത്. നാളെ ഇന്ന് വരെ അതിനെതിരെ സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ല. ഇത് കള്ള സർക്കാരാണെന്ന് ഇതിന് അധികം ഒരു ഇത് വേണോ? ആ കേസ് അതങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് കേസ് അപ്പോൾ തന്നെ FIR ഇട്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണമൊക്കെ നടക്കട്ടെ. അന്വേഷണം നടത്തി വേറൊരു സംസ്ഥാനത്തെ ആളുകളാണ് ആ സംസ്ഥാന സർക്കാരും ഈ സംസ്ഥാന സർക്കാരും ചേർന്ന് ചെയ്യേണ്ട ജോലികളൊന്നും ചെയ്യാതെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം ഉണ്ട്. അധ്യാപകർ ഒരു ചെറിയ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞാൽ ഉടനെ വരും ബാലാവകാശ കമ്മീഷനും അവന്റെ അമ്മയുടെ തേങ്ങാക്കൊല എല്ലാം കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? ഉടനെ അധ്യാപകരെ എടുത്ത് ഈ ലോകത്തെങ്ങും ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തതും ചെയ്തിട്ടില്ലാത്തതുമായ ആ അധ്യാപകരെ ക്രൂശിലേറ്റു. അതേപോലെ ശൈശവ വിവാഹം ഏറ്റവും വലിയൊരു തെറ്റാണ്. ശൈശവ വിവാഹം എന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ നിലനിൽക്കാത്ത ഏറ്റവും കൊടൂരമായ ഒരു കുറ്റം ചെയ്ത ആ തെറ്റുകാർക്കുമെതിരെ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ ഒരു കുഞ്ഞ് ഒരു അധ്യാപകര് പഠിക്കാത്തവനോ ഒരു അനുസരണക്കേട് കാട്ടിയവനോ ചെറിയൊരു കൈകൊണ്ടോ വടികൊണ്ടോ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് പ്രതികരിക്കുകയോ അടിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ ഉടനെ കേസ് എടുക്കുന്ന കേരളത്തിലെ വെറും ചെറ്റയ്ക്കുണ്ടായ മക്കളാണെന്ന് നമുക്ക് ഇതിൽ കൂടെ വ്യക്തമാകും. കാരണം ഇന്ന് വരെ 2 മാസത്തോളം ആവുന്ന കല്യാണം നടന്നതിന് ശേഷം ഇന്ന് വരെ ശൈശവ വിഭാഗത്തിന് നിയമപ്രകാരം ആ കുട്ടിയുടെ മേലിൽ ഇന്ന് വരെ കേസെടുത്തിട്ടില്ല. ഇത് കേരള സർക്കാരിന് വീഴ്ചയാണ്, നാണക്കേടാണ്. ഇന്ത്യ മുഴുവൻ ഈ നാണക്കേടും ലോകം മുഴുവനുള്ള മലയാളികൾക്ക് കേരള നാണക്കേടായി മാറുന്ന ഒരു സംഭവമാണിത്. അതെ, ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ഓർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ ജനാധിപത്യ നാട്ടിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഈ തെറ്റിലേക്ക് ആവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏക പങ്കാളിത്തം സർക്കാർ സംവിധാനം തന്നെയാണ്. ഇന്നലെ കൊല്ലത്ത് കസാര എടുത്ത ഒരു മനുഷ്യനെ, പാവപ്പെട്ട ഒരു മനുഷ്യനെ അടിച്ചുവെങ്കിൽ നാളെ എറണാകുളത്തോ കോഴിക്കോട്ടോ ചിലപ്പം വേറെ എന്തെങ്കിലും തൂക്കി അടിക്കുന്ന ഇതിലേക്ക് വരും. ഞാൻ പറഞ്ഞു വന്നത് 100% ഇനി കുറച്ച് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴേ ഞാൻ പറഞ്ഞായിട്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. ഈ അടിച്ചവൻ അവനൊരു തെമ്മാടിയാണ്, അവനൊരു ഒരു രാഷ്ട്രീയത്തിലെ ആളായിരിക്കും. അതുകൊണ്ടാണ് അവനെതിരെ നടപടിയെടുക്കാത്തത്. ഇതേ ഒരു പാവപ്പെട്ടവരാണ്, രാഷ്ട്രീയത്തിൽ പെടാത്ത ഒരാളായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ അവൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമായിരുന്നു. കുറഞ്ഞത് എന്തായാലും ഒരു 14 ദിവസം റിമാൻഡിലാക്കി. അത്രയ്ക്ക് വലിയ ക്രൂരത അവൻ ചെയ്തു. പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു ഡാൻസ് കളിച്ചതിന്റെ പേര് കസാര ഇട്ട് അടിക്കാന്ന് പറഞ്ഞു.
ഇതാണ് ഈ സർക്കാർ സംവിധാനത്തെ നശിപ്പിക്കാൻ പറ്റൂ. ഇതേപോലെ സർക്കാർ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നു. ഇനി കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇതേപോലുള്ള ഭരണം വരാനാണ് നിങ്ങൾ ആഗ്രഹിച്ച് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ ഇനി വരുന്ന തലമുറകൾ നിങ്ങൾക്കെതിരെ തിരിയും. നിങ്ങളെ തന്നെ റോഡ് ഇട്ടടിക്കേണ്ട അവസ്ഥ അറിയാം. ഇവന്മാരെ തെറ്റിയവരെയല്ല ഞാൻ പറയുന്നത്, ഭരിക്കുന്ന ഭരണകർത്താക്കളെ റോഡ് ഇട്ടടിക്കേണ്ട സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എല്ലാവരും ഞാൻ കണ്ട ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതൊരു ചെറിയ ഒരു സോഷ്യൽ മീഡിയ ചാനലിലാണ് കണ്ടത്. നിങ്ങൾ കണ്ടു ഇത് മനസ്സിലാക്കൂ. ഇതെന്താണ് ഇതിന്റെ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഈ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം. സാംസ്കാരിക കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് കൊല്ലം ആശ്രമം ക്ഷേത്രത്തിൽ നിന്നും പുറത്തുവരുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ പാട്ടിന്റെ ആവേശത്തിൽ നൃത്തം ചെയ്ത വയോധികന് നേരെ ക്രൂര ആക്രമണം. യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരാൾ എഴുന്നേറ്റ് വന്ന വയോധികനെ പ്ലാസ്റ്റിക് കസേര കൊണ്ട് മുഖത്തടിക്കുകയാണ് ഉണ്ടായത്. ക്ഷേത്ര മൈതാനത്ത് ഗാനമേള തകർക്കുന്നതിനിടെ സദസ്സിലുണ്ടായിരുന്ന വയോധികൻ പാട്ടിനൊപ്പം സന്തോഷത്തോടെ നൃത്തം ചെയ്തു. എന്നാൽ ഈ സന്തോഷം തല്ലിക്കെടുത്തുന്ന രീതിയിലായിരുന്നു ആക്രമി പെരുമാറിയത്. അവിടെ കിടന്ന പ്ലാസ്റ്റിക് കസേര കൈക്കലാക്കിയ ഇയാൾ വയോധികന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ വയോധികൻ നിലത്തു വീണു. ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെയും വ്യക്തമല്ല. ആളുകൾ നോക്കി നിൽക്കെയായിരുന്നു ഈ കൊടും ക്രൂരകൃത്യം. സംഭവത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് വിസ്മയ ന്യൂസിന് ലഭിച്ചത്. ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആക്രമിക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. പലരും ഭയന്നു മാറി നിന്നപ്പോൾ ആരും ആക്രമിയെ തടയാൻ മുന്നോട്ട് വന്നില്ല എന്നത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുകയാണ്. വയോധികന്റെ ആരോഗ്യനിലയെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രതിയെക്കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ